ഹലോ കൂട്ടുകാരെ, എന്താണ് വിശേഷം? നമ്മളിവിടെ അക്കോമഡേഷനിൽ ഇൻഡക്ഷൻ സ്റ്റൗ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായി അടിച്ച് പോയിട്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കുക്കിങ്ങൊക്കെ വലിയ പാടായിരുന്നു. ഒരു മൈക്രോ ഓവനും ഇലക്ട്രിക് കിറ്റിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചുകൊണ്ടൊന്ന് അതിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്നതല്ലാതെ ഒന്നും പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഹൗസ് ഓണറേയും കെയർ ടേക്കറെയൊക്കെ നമ്മൾ അറിയിച്ചു. അപ്പം അതിന് പകരമായി ഒരു പാത്രം വെച്ച് വേവിക്കാൻ പറ്റുന്ന ഒരു അടുപ്പ് കൊണ്ട് തന്നിട്ട് പോയി. ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. അപ്പോൾ അത് മറ്റത് വെച്ച് പാചകം ചെയ്തതിനേക്കാളും ഒരു 3 ഇരട്ടി സമയം എടുക്കുമായിരുന്നു. മറ്റത് ഒരു 15 മിനിറ്റ് വേവുമെങ്കിൽ ഇതൊരു 45 മിനിറ്റ് 1 മണിക്കൂർ കൊണ്ട് അതിൽ വെച്ചാൽ വേവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് പേര് പാചകം ചെയ്ത് പിന്നെ കഴിക്കാൻ ആൾക്കാരുണ്ട്. ഓരോരുത്തരും സെപ്പറേറ്റാണ് കഴിക്കുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിനൊരു പരിഹാരം ഉണ്ടായി. 2ാമത്തെ ദിവസം രാവിലെ അത് സ്റ്റൗ മാറ്റി വയ്ക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഇൻഡക്ഷൻ സ്റ്റൗ അല്ല കേട്ടോ. ഇത് മറ്റേ കോയിൽ ചൂടായി കത്തുന്നതാണ്. പക്ഷേ പിന്നെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. എല്ലാത്തിനും സെയിം അളവാണ് കേട്ടോ. അതുകൊണ്ട് അത് ഇളക്കിക്കൊണ്ട് പോവുക, പുതിയ സാധനം കൊണ്ട് വയ്ക്കുക, അതാണ് പരിപാടി. അവർ ശരിയാക്കാൻ കൊണ്ടുപോയതാണ്, ശരിയായില്ല. അതുകൊണ്ട് അവർ പുതിയത് മേടിച്ചുകൊണ്ട് വന്നു. ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാരായ സായിപ്പന്മാരാണ് 2 പേര്. രാവിലെ വന്ന് എന്തോക്കി പിടിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇരുന്ന ഇൻഡക്ഷൻ സ്റ്റൗവിൽ എല്ലാ പാത്രങ്ങളും പിടിക്കുമായിരുന്നില്ല. അതിൽ ഇൻഡക്ഷൻ ടൈപ്പ് പാത്രങ്ങൾ മാത്രമേ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എല്ലാ തരം പാത്രങ്ങളും നമുക്ക് വെച്ച് ഇതിൽ നമുക്ക് ആഹാരം വേവിച്ചെടുക്കാൻ പറ്റും. ഇവിടത്തേക്ക് കുഴപ്പം ഇതാണ് കേട്ടോ. ഇവിടെ മറ്റേ സ്റ്റൗവും ഗ്യാസിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ സ്റ്റൗ ആയതുകൊണ്ട് സ്റ്റൗ അടിച്ച് പോയി കഴിഞ്ഞാൽ പെടും. പിന്നെ നമുക്കൊന്നും വേവിച്ച് തിന്നാൻ പറ്റത്തില്ല. റെഡിമെയ്ഡൊക്കെ വല്ലതൊക്കെ മേടിച്ച് ചൂടാക്കി വല്ലതും കഴിക്കാനേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ വില നോക്കുമ്പോഴത്തേക്ക് മേടിച്ച് തിന്നാനും തോന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. നേരത്തെ ഇരുന്ന സ്റ്റൗ ആണെങ്കിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ട് നമ്മൾ പോയത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പം വെക്കാൻ പോകുന്ന ടൈപ്പ് ഒരു പരിപാടി നടക്കില്ല. നമ്മൾ തന്നെ അതിൽ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. നാട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഈ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. ഇതിൻ്റെ കണക്ഷ ഊരിയതിന് ശേഷം പുതിയതിൻ്റെ കണക്ഷ എടുത്ത് കൊടുത്തു. 4 സൈഡിലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു, എടുത്ത് വെച്ചു. പരിപാടി കഴിഞ്ഞു. ഇത് ഓണാക്കുക, പാത്രം വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക, കഴിക്കുക. വന്ന സായിപ്പന്മാർക്കും ഇംഗ്ലീഷ് അറിഞ്ഞിടാത്തതുകൊണ്ട് അവർക്കും സ്ലോവാക്യൻ ലാംഗ്വേജ് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആംഗ്യ ഭാഷയിലാണ് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യം ഇരുന്ന ടൈപ്പ് പോലെ 4 അടുപ്പുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ നല്ല സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് കൂടെയും കുറേയൊക്കെ ചെയ്യുള്ളൂ. ഓഫ് ആവാനും ഓൺ ആവാനും എല്ലാം ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. മറ്റേതിൽ തൊട്ടങ്ങ് വിട്ടാൽ മതിയായിരുന്നു. നമ്മുടെ എല്ലാ പാത്രങ്ങളും ഇതിൽ പിടിക്കുന്നില്ല എന്ന് നമ്മുടെ കെയർ ടേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ഇത്തരത്തിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതിൻ്റെ ഗ്ലാസ് ഫ്ലോറാണ് കേട്ടോ. ഇതിൽ നമുക്ക് താഴത്തെ കോയിൽ കത്തുന്നതും എരിയുന്നതും ഒക്കെ നല്ല രീതിയിൽ കാണാം. കണ്ടു കഴിഞ്ഞാൽ ഒരു മറ്റേ DJ ആൾക്കാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു സാധനം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നും. 4 ഇത് കണക്ക് കത്തും. 4 ഓണാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ. കംപ്ലൈൻ്റ് ആയപ്പോൾ പകരം കൊണ്ടു തന്ന ഇത് ഒരെണ്ണമാണ്. ഇതിലൊരെണ്ണത്തിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ സ്റ്റൗ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ വീഡിയോ. താങ്ക് യു.